Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫറൻഷ്യബിലിറ്റിയാ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂറ്റി പഠിച്ചിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജോമെട്രിക്കൽ മീനിങ് ഓഫ് കണ്ടിന്യൂറ്റി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ജോമെട്രിക്കലി പറയണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചാൽ അതിൽ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. സ്മൂത്തായിട്ട് ഇങ്ങനെ ഓടിയും ബ്രേക്ക് ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത്രയും നമ്മൾ മനസ്സിലാക്കണേ. ഇനി ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഡിഫറൻഷ്യബിലിറ്റീൻ്റെ ജോമെട്രിക്കൽ മീനിങ് പറയുന്നതിൻ്റെ മുന്നേ ഡിഫറൻഷ്യബിലിറ്റി വളരെ കുറച്ച് NCERT പറയുന്നുള്ളൂ കേട്ടോ. നമ്മളെ ബോർഡ് എക്സാമിനൊക്കെ ഒരു മാർക്കിന് മാക്സിമം ചോദിച്ചാലായി ആ ഒരു സെക്ഷനാണ് ഡിഫറൻഷ്യബിലിറ്റി കേട്ടോ. അപ്പോൾ നോക്കിയേ, സപ്പോസ് ഇതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. f(x) നോക്കിയേ ഒരു x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഡെറിവേറ്റീവ് എന്താ മക്കളെ? f'(x) ഡെറിവേറ്റീവ് x² എന്താ മക്കളെ? 2x അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതായത് അപ്രോക്സിമേറ്റ് ഫിഗർ വരയ്ക്കുക കേട്ടോ. ഈ f(x) x²ൻ്റെ ഇവൻ്റെ ഷേപ്പ് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെയൊക്കെ വരും. അപ്രോക്സിമേറ്റ്ലി f'(x) എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേറ്റീവ് ഓഫ് f(x) ആണ് f'(x), അത് നമുക്ക് 2x കിട്ടി. ഞാനേ അറ്റ് x = 2 കൊടുത്തു. വെറുതെ f'(x) 2x എക്സിന് 1 or 2 or 3 എന്ത് കൊടുത്തു? ഞാൻ എക്സിന് 2 കൊടുത്തു. അപ്പോൾ നമുക്ക് മക്കളെ എന്ത് കിട്ടി? f'(x) എന്താ മക്കളെ? 2 × 2 മക്കളെ 4 അല്ലേ? അതായത് f'(x) അല്ല, f'(2) ആട്ടോ. എക്സിന് സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു, അപ്പോൾ f'(2) 4 കിട്ടി. ഈ f'(2) എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇവനാണ് 1 എന്ന് പറയുന്ന പോയിന്റ്, ഇവനാണ് 2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ f'(2) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഈ 4ൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് എന്ത് മക്കൾ? നമുക്ക് എന്താ കിട്ടിയത്? f'(2) എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഈ 4 എന്ന് പറഞ്ഞാലേ നിങ്ങൾ f'(2) അല്ലേ 4 കിട്ടിയത്? അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷനിലെ പോയിന്റ് ഇതല്ലേ? ഈ പറയപ്പെടുന്ന പോയിന്റ് അല്ലേ? നമുക്ക് f'(2) എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഈ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ കർവിന് ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം. സപ്പോസ് ഒരു കർവ് ഉണ്ട് f(x) x². നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. f'(x) 2x. ഞാൻ എക്സിന് റാൻഡം ആയിട്ട് 2 കൊടുത്തു. അപ്പോൾ എക്സിന് 2 കൊടുത്തപ്പോൾ f'(2) 4 കിട്ടി. 2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എക്സിന് 2 കൊടുത്തിട്ട് അപ്പോൾ x ഇതാണ് 2 എന്ന് പറയുന്ന പോയിന്റ്. 2ന് കറസ്പോണ്ടിങ് ആയി മക്കളെ ഫംഗ്ഷനിലെ പോയിന്റ് ഇവിടെ വരും. ഒരു വെർട്ടിക്കൽ ലൈന് 2 വരച്ച ആ ലൈന് കർവിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 2ന് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷനിലെ പോയിന്റ്. f'(2) നമുക്ക് 4 കിട്ടി. ഈ f'(2) 4 കിട്ടി. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് പോയിന്റ് കേട്ടോ. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയ ഫംഗ്ഷനിലെ പോയിന്റ് കണ്ടു. ആ പോയിന്റിലൂടെ ഈ കർവിന് ഞാൻ ടാൻജന്റ് വരച്ചു. ടാൻജന്റ് മക്കളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ടാൻജന്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് ഉണ്ടാവും. നമ്മൾ +1 10th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2വിൽ ഈ കർവിന് ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത് മക്കളെ? 4 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെറിവേറ്റീവ് അറ്റ് 2 4 കിട്ടി. അപ്പോൾ എനിക്ക് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇങ്ങനെ പറഞ്ഞൂടെ മക്കളെ? ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. നിങ്ങൾ ആ പോയിന്റിൽ ആ കർവിന് ടാൻജന്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും എന്ത് മക്കളെ? അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. റെഡിങ് കൊണ്ട് നോട്ടിൽ എഴുതി വെക്കണേ. ജോമെട്രിക്കൽ മീനിങ് ഓഫ്
derivative at a point, derivative at a point is the slope of the tangent, is the slope of the tangent, slope of the tangent, tangent at that point, at that point. Very important point ആണ് മക്കളെ കേട്ടോ. അപ്പോൾ ഒരു പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങൾ കർവിന് ടാൻജൻറ്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഇല്ലേ? ഇനി നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് വരാം കേട്ടോ. നോട്ട് റെഡിങ് കൊണ്ട് എഴുതി വെക്കണേ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. ഓക്കെ, ഓക്കെ, ഇനി ഡിഫറൻഷ്യബിലിറ്റി പറയാട്ടോ. ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഷോ ദാറ്റ് f of x equal to mod x is not differentiable, is not differentiable at x equal to 0, at x equal to 0. Okay, f of x equal to mod x is not differentiable at x equal to 0. അതായത് mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. വേണമെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ആൻഡ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0യിൽ കണ്ടിന്യൂസും പക്ഷേ 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സ്ഥിരമായിട്ട് നിങ്ങളെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. മോഡ് എക്സ് 0യിൽ കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പ്രൂവ് ചെയ്യാം. ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് മനസ്സിലായി. ഒരു പോയിന്റിലുള്ള കർവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങൾ ആ കർവിന് ടാൻജൻറ്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പിന് ഈക്വൽ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കർവ് ഞാൻ വരക്കാൻ പോവാണ്. അപ്രോക്സിമേറ്റ് ഷേപ്പ് ഇട്ടോ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇതാണ് ഒരു വി ഷേപ്പ് ഉണ്ടാവും മക്കളെ. ഇതാണ് എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന കർവ്. ഓക്കെ മക്കളെ, വളരെ ശ്രദ്ധിക്കണേ. ഫ്രം ദ കർവ് അല്ലെങ്കിൽ ഫ്രം ദ ഫിഗർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ഈസ് നോ ബ്രേക്ക് പോയിന്റ്. എവിടെയും ബ്രേക്ക് പോയിന്റ് ഇല്ല. കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഒരു ഫങ്ഷൻ്റെ കർവ് നമുക്ക് അറിയാമെങ്കിൽ, അവൻ്റെ ഷേപ്പ് അറിയാമെങ്കിൽ മക്കളെ ആ കർവിൽ എവിടെയെങ്കിലും ബ്രേക്ക് പോയിന്റ് ഉണ്ടോ നോക്കുക. ബ്രേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് അല്ല. നോക്കിയേ, നമുക്ക് 0യിൽ എന്താ മക്കളെ? 0യിൽ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണം. 0യിലൂടെയും ബ്രേക്ക് പോയിന്റ് ഉണ്ടോ മക്കളിതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവല്ലേ? എവിടെയും ബ്രേക്ക് പോയിന്റ് ഇല്ലല്ലോ. ബ്രേക്ക് പോയിന്റ് ഇല്ല. ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ മക്കളെ എന്താണ്? 0യിൽ കണ്ടിന്യൂസ് ആണ്. ഗ്രാഫ് നിന്ന് നമുക്ക് മനസ്സിലായി 0യിൽ കണ്ടിന്യൂസ് ആണ്. ഔട്ടുണ്ടോ? അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എങ്ങനെ എഴുതാം? ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ഈസ് നോ ബ്രേക്ക് പോയിന്റ് ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഉറപ്പാ മക്കളെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കൂലേ. അപ്പോൾ അത് 0യിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യിച്ചാലേ നോക്കിയേ, ഈ കർവിൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന കർവിൻ്റെ സിമ്മട്രി പ്രകാരം ഈ ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഈ ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ 135 ഡിഗ്രി ആയിക്കാരം. ഉറപ്പാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഷേപ്പ് പ്രകാരം അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ 45 ആണ്. ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റയാണ് സ്ലോപ്പ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? 1 ആണ്. സ്ലോപ്പ് ഈക്വൽ ടു മക്കളെ 1, കാരണം ടാൻ 45 1 ആണ്.
ഇനി ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ഇൻക്ലിനേഷൻ 135 ആണ്. അപ്പോൾ ഈ ലൈനിന്റെ ഇൻക്ലിനേഷൻ 135 ആയതുകൊണ്ട് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan 135 ആണ്. tan 135 നമുക്കറിയാം -1 അല്ലേടാ. ഓക്കെ, അപ്പോൾ ഇഫ് യു ടേക്ക് എനി പോയിന്റ്, നിങ്ങൾ ഈ ലൈനിമത്തെ നിങ്ങൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും സ്ലോപ്പ് എന്ത് ചെയ്കാരം 1 ആയിക്കാരം. കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈനിന് ഒരൊറ്റ സ്ലോപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ. ഇഫ് യു ടേക്ക് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ, നിങ്ങൾ ഈ ലൈനിമത്തെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും, ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും -1 ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ പറ, സ്ലോപ്പ് എന്താ? ഈ ലൈനിമത്തെ പോയിന്റ് അല്ലേ, സ്ലോപ്പ് എന്താ 1 അല്ലേ. സ്ലോപ്പ് എന്താ? ഈ ലൈനിമത്തെ പോയിന്റ് അല്ലേ, -1 അല്ലേ. സ്ലോപ്പ് 1, സ്ലോപ്പ് -1, സ്ലോപ്പ് 1, സ്ലോപ്പ് -1, സ്ലോപ്പ് 1, സ്ലോപ്പ് എന്താ -1. നോക്കിയേ, ഈ മോഡക്സ് എന്ന് പറയുന്ന കർവിന് സീറോയിൽ എന്തുണ്ട് മക്കൾ? ഒരു ഷാർപ്പ് എഡ്ജ് ഇല്ലേ? സീറോയിൽ ഒരു കൂർത്ത ഒരു മുന ഉണ്ടാവില്ലേ, ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ലേടാ. അപ്പം ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ഈ ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ലൈനിമത്തെ പോയിന്റ് അല്ലേ, ഈ ലൈനിമത്തെ പോയിന്റ് അല്ലേ. ഈ ലൈനിമത്തെ പോയിന്റ് ആയതുകൊണ്ട് എനിക്ക് സ്ലോപ്പ് 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഷാർപ്പ് എഡ്ജ് ഈ ലൈനിമത്തെയും കൂടെ പോയിന്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് എനിക്ക് -1 എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഏതെനിക്ക് പറയാൻ പറ്റുക, 1 അല്ലെങ്കിൽ -1? നോക്കിയേ, ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു ഷാർപ്പ് എഡ്ജ് കണ്ട മക്കൾ മനസ്സിലാക്കണം. ഈ ഷാർപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിമത്തെയും പോയിന്റ് ആണ്, ഈ ലൈനിമത്തെയും പോയിന്റാണ്. പറഞ്ഞൂടെ, ആർക്കും പ്രശ്നം ഉണ്ടാവും. അപ്പം അങ്ങനെയെങ്കിൽ സ്ലോപ്പ് 1 അല്ലെങ്കിൽ -1 എന്താ പറയുക? നമുക്കറിയാം ഒരു പോയിന്റിൽ ഒരു കർവിന് ഒറ്റ സ്ലോപ്പേ പറയാൻ പറ്റുള്ളൂ, ഒന്നിലധികം സ്ലോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇവിടെ മക്കളെ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു പക്ക സ്ലോപ്പ് എനിക്ക് പറയാൻ കഴിയില്ല അല്ലേ. ഈ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് മക്കളെ, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് അല്ലേ. എനിക്കിവിടെ സ്ലോപ്പ് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ, ഒരു കർവിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ സ്ലോപ്പ് പറയാൻ കഴിയില്ല. അത് നമുക്ക് മനസ്സിലായി, ഈ ഫിഗറിന്ന് മനസ്സിലായി അല്ലേ. സ്ലോപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് അല്ലേ, ഡിഫറൻഷ്യബിലിറ്റി അല്ലേ. അപ്പൊ സ്ലോപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ ഷാർപ്പ് എഡ്ജ് മക്കൾ മനസ്സിലാക്കുക, ഒരു കർവിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. നോൺ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാൻ കാരണം അവിടെ സ്ലോപ്പ് പറയാൻ കഴിയില്ല. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. അപ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മക്കളെ ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു കർവിന് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ, ഇഫ് എ കർവ് ഹാസ് ഷാർപ്പ് എഡ്ജ് അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. എന്തുകൊണ്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ വെറുതെ ബൈ ഹാർട്ട് ചെയ്യണ്ട. ഞാൻ ഒരു പോയിന്റ്, ഒരു തിയറമാണ് പറഞ്ഞത്. ഇഫ് എ കർവ് ഹാസ് ഷാർപ്പ് എഡ്ജ് അറ്റ് എനി പോയിന്റ്, then it is non differentiable at that point. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അങ്ങനെ വെറുതെ നമ്മൾ പഠിക്കേണ്ട. ആ എന്തുകൊണ്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയി എന്ന് ഞാൻ മോഡക്സിലൂടെ പറഞ്ഞു തന്നു. ഓക്കെ ആണോ? അപ്പം മക്കളെ, അപ്പോൾ ഇതെന്താണ് മോഡക്സ് എന്ന് പറഞ്ഞാൽ? സീറോയിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ട്. സീറോയിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ സീറോയിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പം മക്കളെ, മോഡക്സ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണ്ടേ? നമ്മൾ എങ്ങനെ എക്സാമിന് എഴുതാം? നോക്കിയ, സിൻസ് ഫ്രം ദി ഗ്രാഫ് it is clear that f of x equal to mod x has sharp edge at x equal to 0. 0 sharp edge ഉണ്ട് at x equal to 0. So 0
ഈസ് എ 0 ഈസ് എ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്. നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്. ഓക്കെ, പെർഫെക്റ്റ് ആണോ? ഡൗട്ട് ഉണ്ടോ? നമ്മളൊരു കാര്യം പഠിച്ചു, ഡിഫറൻഷ്യബിലിറ്റിയിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഒരു ഫംഗ്ഷൻ്റെ കർവിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ നോൺ ഡിഫറൻഷ്യബിൾ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇഫ് എ കർവ് ഹാസ് ഷാർപ്പ് എഡ്ജ് അറ്റ് എനി പോയിന്റ് ദെൻ ഇറ്റ് ഈസ് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ആണ് എഴുതി തരാം. ഇഫ് എ കർവ് ഹാസ് ഷാർപ്പ് എഡ്ജ് അറ്റ് x ഈക്വൽ ടു എ, ജനറലി പറയാം കേട്ടോ, എ എന്ന് പറയുന്ന പോയിന്റ് എന്തോ ആയിക്കോട്ടെ, 2 or 3 or 0 or 4 എന്തോ ആയിക്കോട്ടെ, x ഈക്വൽ ടു എയിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ then the point A is non differentiable ആട്ടോ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? നോൺ ഡിഫറൻഷ്യബിൾ ആണെന്ന് മനസ്സിലായി. മക്കളെ വെറുതെ പഠിക്കരുത് കേട്ടോ. ഞാൻ വിത്ത് മോഡക്സിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്തു എന്തുകൊണ്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടായാൽ അവിടെ ഡിഫറൻഷ്യബിൾ ആകൂല. കാരണം ഡിഫറൻഷ്യബിലിറ്റീൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റാണ്. അപ്പോൾ സ്ലോപ്പ് ഇവിടെ ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ പറയാൻ കഴിയില്ല. ഈ കർവ് എനിക്ക് 1 പറയാം, അല്ലെങ്കിൽ -1 പറയാം അല്ലേ. പക്ഷേ ഒരു കർവിൽ ഒരു പോയിന്റിൽ ഒറ്റ സ്ലോപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടെ എനിക്ക് ഒരിക്കലും ഒറ്റ സ്ലോപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കർവിന് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. പെർഫെക്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ മക്കൾ പഠിക്കട്ടെ. അപ്പോൾ മോഡെക്സ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? 0യിൽ കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ നോക്കിയേ, വേറൊരു പോയിന്റ് നമുക്ക് പഠിക്കാം കേട്ടോ. എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷനും ഡിഫറൻഷ്യബിൾ ആണോ? നോക്കിയേ, എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷനും ഡിഫറൻഷ്യബിൾ ആണോ? ആലോചിച്ച് നോക്കിയേ. ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ f(x) = mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ലേ, ആ mod x-ന്റെ ഗ്രാഫ് വരച്ച് നോക്കിയേ. ഗ്രാഫ് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ അങ്ങനെ അറ്റമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും മക്കളെ ബ്രേക്ക് പോയിന്റ് ഉണ്ടോ? ബ്രേക്ക് പോയിന്റ് ഇല്ല. അപ്പോൾ ഒരു കർവിന് ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ ആ കർവ് എന്ത് ഫംഗ്ഷനാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ f(x) = mod x എന്ന് പറഞ്ഞാൽ ഈ mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷേ ഡിഫറൻഷ്യബിൾ ആണോ? ഡിഫറൻഷ്യബിൾ അല്ല. കാരണം എന്താ? ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാൻ കാരണം 0യിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ട്. അപ്പോൾ mod x എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ എനിക്ക് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എന്ത് പറയാൻ പറ്റൂല? ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, പക്ഷേ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസും ആയിരിക്കും. ഉറപ്പല്ലേ? നോക്കിയേ, ഒരു ഫംഗ്ഷന്റെ കർവില് ഓടിയും ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ എന്താ? ഷാർപ്പ് എഡ്ജോ എന്തുണ്ടായിക്കോട്ടെ, ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ എന്താ മക്കളെ? കണ്ടിന്യൂസ് ആണ്. ഇനി മക്കളെ ബ്രേക്ക് പോയിന്റ് ഒന്നും വേണ്ട, പക്ഷെ ഷാർപ്പ് എഡ്ജ് ഉണ്ടോ? ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എനിക്ക് മക്കളെ ഇങ്ങനെ ഒരു പോയിന്റ് പറയാമോ? ഓൾ continuous functions are not differentiable. All continuous functions are not differentiable, but all differentiable functions are continuous. പോയിന്റ് അറിഞ്ഞു വെക്കണേ. നമുക്ക് മോഡെക്സ് വെച്ച് സിമ്പിളായി പ്രൂവ് ചെയ്യാൻ കഴിയും. കാരണം മോഡെക്സിൽ എവിടെയും ബ്രേക്ക് പോയിന്റ് ഒന്നുമില്ല. ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. പക്ഷേ മോഡെക്സിന് 0യിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ട്. ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ
all continuous functions are not differentiable, but all differentiable functions are continuous. All continuous functions are need not be, ആവാണ്ടിരിക്കാട്ടോ, need not be, ആയിക്കോണമെന്നില്ല, need not be differentiable അല്ലെങ്കിൽ not differentiable. ഓക്കെ, and but all differentiable functions are continuous. പെർഫെക്റ്റ്. അപ്പോൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ഒരു ഐഡിയ കിട്ടി, മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫറൻസിയേഷനിലേക്ക് പോകാം അല്ലേ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പക്കയായിട്ട് ഡെറിവേറ്റീവ് സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. എന്തായാലും ഓർമ്മ ആണ് കേട്ടോ, അതില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. നമ്മളിനി ഡെപ്തിലേക്ക് ഇറങ്ങിച്ചല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ +1 നമ്മൾ അതിൻ്റെ ബേസിക്സ് മാത്രം, ആ റിസൾട്ട് എങ്ങനെ വന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഡിഫറൻസിയേഷൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% അബോ റിസൾട്ട് നമ്മൾ ബൈ ഹാർട്ടാണ് അല്ലേ. ബൈ ഹാർട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയണമെങ്കിൽ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാവില്ല കേട്ടോ, ഉറപ്പായിട്ട് മനസ്സിലാവില്ലേ. നിങ്ങൾക്ക് ഓരോ റിസൾട്ടും പക്കയാണോ? പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, കാൽക്കുലസ് പഠിക്കണമെങ്കിൽ റിസൾട്ട് മസ്റ്റാട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ആ ക്ലാസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിസൾട്ട് അറിഞ്ഞേ മതിയാവുള്ളൂ. റിസൾട്ട് ഞാൻ എഴുതി തരാം, ഇനീഷ്യലി എഴുതും, അത് പഠിച്ചിട്ട് മാത്രം ബാക്കിയുള്ള പോർഷൻസ് കാണാം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവില്ല കേട്ടോ. റിസൾട്ട് ഓക്കെ ആണോ? ചാപ്റ്റേഴ്സ് ഓക്കെ. റിസൾട്ട് ഓക്കെ അല്ലേ, ചാപ്റ്റർ ഒരിക്കലും ഓക്കെ ആവാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി ഓരോ റിസൾട്ടും ഡിഫറൻസിയേഷൻ്റെ ഓരോ റിസൾട്ടും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഡിഫറൻസിയേഷൻ പഠിക്കണമെങ്കിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞുതരാം. നിർബന്ധമായിട്ടും ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ട് നിർബന്ധമായിട്ടും സ്പോണ്ടേനിയസ്ലി ബൈ ഹാർട്ടാക്കണം. വെറും ബൈ ഹാർട്ടാക്കിയാൽ പോരാ, സ്പോണ്ടേനിയസ്ലി ഇപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ബൈ ഹാർട്ടാക്കിയേ മതിയാവുള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബൈ ഹാർട്ടാക്കേണ്ട മക്കളെ, കുറച്ച് റിസൾട്ടുകൾ, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ റിസൾട്ടുകൾ നിങ്ങൾ ബൈ ഹാർട്ടാക്കുക. ദാറ്റ്സ് ഇനഫ്. പിന്നെ 1-2 റിസൾട്ടുകളും കൂടെ പഠിച്ചാൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ സ്മൂത്തായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയും. സെക്കൻഡ് ഇയറിലെ കോൺസെപ്റ്റൊക്കെ അറിയണം, അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് ഞാനിവിടെ എഴുതി തരുന്നുണ്ട്, ആവശ്യമായ എല്ലാ റിസൾട്ടും ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആവശ്യമായ എല്ലാ റിസൾട്ടും എഴുതി തരുന്നുണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോൻ്റെ ബാക്കിയുള്ള പാർട്ട് കാണും കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തൂല. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എ, മക്കളെ സിമ്പിൾ d/dx അല്ലേ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് d/dx എന്ന് പറഞ്ഞാൽ. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്, k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആട്ടോ. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ 1 അല്ലേ. d/dx ഓഫ് എക്സ് 1 ആണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 അല്ലേ. n ഇൻറ്റു എക്സ് റൈസ് ടു n-1. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് √x എന്ന് പറഞ്ഞാൽ അറിയാം 1/2 √x ആണ് എന്ന്. ഡെറിവേറ്റീവ് ഓഫ് √x 1/2 √x. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ഡെറിവേറ്റീവ് ഓഫ് sin x എന്താടാ? cos x അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് cos x എന്താ? -sin x. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് tan x എന്ന് പറഞ്ഞാൽ sec²x. ഡെറിവേറ്റീവ് ഓഫ് cot x എന്ന് പറഞ്ഞാൽ -cosec²x. ഡെറിവേറ്റീവ് ഓഫ് sec x എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് sec x എന്ന് പറഞ്ഞാൽ sec x ഇൻറ്റു tan x. ഡെറിവേറ്റീവ് ഓഫ് cosec x എന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് ഓഫ് cosec x എന്ന് പറഞ്ഞാൽ -cosec x ഇൻറ്റു cot x. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് ഓഫ് k ഇൻറ്റു f ഓഫ് x. k ഒരു കോൺസ്റ്റൻ്റ് ആണ്.
ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയാണ് കെ ഇൻറ്റു പിന്നെന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്, കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ രണ്ട് ഫംഗ്ഷൻ കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചതിന് ശേഷം ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം എന്താ മക്കളെ, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ആണെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ മൈനസ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ മൈനസ്. പിന്നെന്താണ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഉണ്ട്. അവ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ മക്കളെ പറ, അറിയില്ലേ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് പിന്നെ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇവനെ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ് റൂൾ അല്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിച്ചല്ലേ പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും. ഓക്കെ, ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനിയുണ്ടല്ലേ, എന്താ മക്കളെ പറ, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് ന്യൂമറേറ്ററും ജി ഓഫ് എക്സ് ഡിനോമിനേറ്ററും അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ എന്താ, ജി ഓഫ് എക്സ് അല്ലേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ്. ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് വാട്ട് ഈസ് ഡിനോമിനേറ്റർ, ജി ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ all divided by ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. മറന്നിട്ടില്ലല്ലോ? ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്സ് ആയിട്ട് +1 പഠിച്ചിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ പ്രൂഫ് ഇല്ലാണ്ട് നമ്മൾ പറയാം കേട്ടോ, പ്രൂഫ് ആവശ്യമില്ല, ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് NCERT. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇ എന്ന് പറഞ്ഞ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഈൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.7 സംതിങ് ഒക്കെയാണ്. അത് വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് പഠിച്ചോ, ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇ റൈസ് ടു എക്സ് തന്നെ. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്താണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അതേപോലെ ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ ആണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്, 1/x ആണ്. ബേസ് ഇ ആട്ടോ, ബേസ് ഇ ആണെങ്കിൽ പ്രത്യേകം പറയില്ല, ബേസ് ഇ ആണെങ്കിൽ മാത്രമേ എനിക്ക് 1/x എന്ന് പറയാൻ പറ്റുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/x ആ. എപ്പോൾ ബേസ് ഇ ആവുമ്പോൾ വെറും ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻബിൽറ്റ് മീനിങ് ഉണ്ട്, ബേസ് ഇ ആണ് എന്ന്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ ആണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആ. ഈ 3 കാര്യങ്ങൾ മാത്രമല്ല സെക്കൻഡ് ഇയർക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളൂ, അതായത് അഡീഷൻ ടു ഫസ്റ്റ് ഇയർ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ പഠിച്ചതല്ലേ. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സ്പോണ്ടേനിയസ്ലി ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇനി അങ്ങോട്ടുള്ള വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണും. എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കത്തുള്ളൂ. അപ്പോൾ ഡെപ്തിലേക്ക് എൻ്റർ ചെയ്യുക കേട്ടോ. ഡിഫറൻഷിയേഷൻ്റെ ഡെപ്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ഡിഫറൻഷിയേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേഷനൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. കാൽക്കുലസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ റിസൾട്ടൊക്കെ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? റിസൾട്ടൊക്കെ പഠിച്ചിട്ട് നമ്മൾ ബോട്ടം ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തുടങ്ങി നമ്മൾ ഏറ്റവും ഡെപ്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചോ. 1 by 1 ആയിട്ട് സിമ്പിളായിട്ട് എല്ലാം പറഞ്ഞുതരാം. കറക്റ്റ് കോൺസെപ്റ്റും മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സപ്പോസ് നോക്കി f of x equal to x raised to 4 plus sin x minus 10x square plus 2 root x, then find f dash x. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു കാര്യമാണ് ഇതൊക്കെ അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 4 പ്ലസ് സൈൻ എക്സ് മൈനസ് 10x സ്ക്വയർ പ്ലസ് 2 റൂട്ട് എക്സ്, ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. മകളെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിനെ വിളിക്കുന്ന പേരാണ് എഫ് ഡാഷ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഓരോ കമ്പോണന്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇത് എക്സ് റേസ് ടു എൻ മോഡൽ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ എന്തിനു പകരം 4. അപ്പോൾ 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1 3 അല്ലേ. പ്ലസ് ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്താ മക്കളെ? കോസ് എക്സ് അല്ലേ. പിന്നെ മൈനസ് ആണ്, മൈനസ് 10x സ്ക്വയർ. ഇത് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. 10 ഒരു കോൺസ്റ്റന്റ് അല്ലേ. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. ഹിയർ 10 ഈസ് എ കോൺസ്റ്റന്റ്. 10 ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 10x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ 10 പുറത്തെടുത്തു. 10 ഇൻറ്റു പിന്നെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? 2x അല്ലേ. എക്സ് റേസ് ടു എന്ന് പറയുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 എന്നല്ലേ. പുറത്തേക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മക്കളെ പിന്നെ പ്ലസ് ആണ്. പ്ലസ് 2 ഇൻറ്റു നോക്കിയേ 2 ഒരു കോൺസ്റ്റന്റ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് മക്കൾ പറ 1/2 റൂട്ട് എക്സ് അല്ലേ. ഔട്ട് ഉണ്ടോ? ഇല്ല. നോക്കിയേ ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്തൂടെ. ബാക്കി എന്താ ഉണ്ടാവുക? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് കോസ് എക്സ് മൈനസ് 20x പ്ലസ് 1/√x ഈസ് ദ ആൻസർ അല്ലേ. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഒരുപാട് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ ഒന്ന് റീകളക്ട്, ആ ബുക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഒന്ന് റീകളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇനി പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്കാവും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, എന്താ മക്കളെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആട്ടോ, ഇത് സൈൻ എക്സ് അല്ലേ. നോക്കിയേ ഇവിടെ ഫംഗ്ഷൻ സൈൻ ആണ്. സൈനിൻ്റെ ഉള്ളിലാണ് മക്കളെ എക്സ് അല്ലേ. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ റൂട്ട് എക്സോ ടാൻ എക്സോ വേറെ എന്തെങ്കിലും എക്സിന് പകരം വേറെ എന്തെങ്കിലും തരികയാണെങ്കിൽ ആ ഫംഗ്ഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ പറയാം, നോക്കിയേ സൈൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ സൈൻ ഓഫ് റൂട്ട് എക്സ്, അല്ലെങ്കിലോ നോക്കിയേ സൈൻ ഓഫ് കോസ് എക്സ്, അല്ലെങ്കിലോ സൈൻ ഓഫ് ഇ റൈസ് ടു എക്സ്, അല്ലെങ്കിലോ സൈൻ ഓഫ് ലോഗ് എക്സ്. ഫോർ എക്സാമ്പിൾ സൈൻ. സപ്പോസ് നോക്കിയേ ലോഗ് എക്സ് എന്ന് പറഞ്ഞ അനദർ ഫംഗ്ഷൻ അല്ലേ. ഇവിടെ ലോഗാണ് ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതേപോലെ ലോഗ് ഓഫ് എക്സ് സ്ക്വയറോ ലോഗ് ഓഫ് റൂട്ട് എക്സോ ലോഗ് ഓഫ് കോസ് എക്സോ ലോഗ് ഓഫ് ഇ റൈസ് ടു എക്സോ അല്ലെങ്കിൽ ലോഗ് ഓഫ് ലോഗ് എക്സോ, ഇനി ഒരുപാട് പറയാൻ പറ്റും. എക്സിന് പകരം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ടൈപ്പ് ഫംഗ്ഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ശരിക്ക് ഈ ഒരു ഇതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്
ഒക്കെ ആയിട്ട് മനസ്സിലാവണേ, എന്നാലേ ചാപ്റ്ററിനെ അങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റക്ക് ആവും. ഓക്കെ, ഇനി അനദർ ഫംഗ്ഷൻ നോക്കിയേ, ഇ റൈസ് ടു എക്സ്. ഇവിടെ എക്സിന് പകരം നോക്കിയേ ഇ റൈസ് ടു എക്സ് സ്ക്വയറോ, ഇ റൈസ് ടു റൂട്ട് എക്സോ, ഇ റൈസ് ടു സൈൻ എക്സോ, ഇ റൈസ് ടു എക്സോ, അല്ലെങ്കിൽ ഇ റൈസ് ടു ലോഗ് എക്സോ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതാണ് മക്കളെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. വേറെ നോക്കിയേ റൂട്ട് എക്സ്. ഇവിടെ ഫംഗ്ഷൻ മക്കളെ റൂട്ടല്ല, റൂട്ടിൻ്റെ ഉള്ളിലാണ് എക്സ് വരുന്നത് അല്ലേ. ഇവിടെ എക്സിന് പകരം മക്കളെ എക്സ് സ്ക്വയറോ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയറോ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് റൂട്ട് എക്സോ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് കോസ് എക്സോ, റൂട്ട് ഓഫ് ഇ റൈസ് ടു എക്സോ, റൂട്ട് ഓഫ് ലോഗ് എക്സോ ഒക്കെ വരികയാണെങ്കിൽ അതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. പക്ക പെർഫെക്റ്റ്. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ ടൈപ്പ് ഫംഗ്ഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്. നമുക്ക് എന്ത് കാണണം? കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ അല്ലേ? സിമ്പിളാണ്. നമുക്ക് സിമ്പിൾ പ്രോബ്ലം ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആവും, നല്ല ഫാസ്റ്റ് ആവും കേട്ടോ അവസാനത്തേക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു റിസൾട്ട് പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒപ്പെത്താൻ കഴിയില്ല. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാലേ ഒക്കെ ഡെറിവേറ്റീവ് കാണാൻ കേട്ടോ. ഞാൻ ഓരോ പ്രോബ്ലം ഇങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സംതിങ് ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എന്ന് പറയില്ലേ, ഇനി പറയാൻ പോകുന്നത് മൊത്തം ഡെറിവേറ്റീവ് ഓഫ് എ കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, സപ്പോസ് സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സാധാരണ നമ്മൾ പറയല് മക്കളെ എക്സ് സ്ക്വയർ എന്നല്ല പറയല്. ഇവിടെ എക്സിന് പകരം എന്തായി? സൈൻ എക്സ് ആയി. ആ മാറ്റമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. സാധാരണ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 4 എന്നൊക്കെ പറയല്. ഇവിടെ എക്സിന് പകരം എന്താ മക്കളെ? സൈൻ എക്സ് വന്നു. അപ്പോൾ സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ കീ പോയിന്റ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എന്താണോ വരുന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താണോ വരുന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്വയർ ആണ് ഫംഗ്ഷൻ. സ്ക്വയറിൻ്റെ ഉള്ളിൽ മക്കൾ എക്സിന് പകരം എന്ത് വന്നു? സൈൻ എക്സ് വന്നു. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. നമുക്ക് സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഇത് എന്ത് മോഡലാണ് മക്കളെ? എക്സ് സ്ക്വയർ മോഡലാണ്. അപ്പോൾ തന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ത് മോഡലാണ് നോക്കുക. ഇത് എക്സ് സ്ക്വയർ മോഡലാണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x അല്ലേ? 2x. അപ്പോൾ അതേപോലെ മക്കൾ പറ നോക്കിയേ, സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ 2x അല്ലേ? അപ്പോൾ സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെതോ മക്കളെ 2 ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്? സൈൻ എക്സ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താണോ വരുന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ സ്ക്വയർ ആണ്, അവൻ്റെ ഉള്ളിൽ എക്സിന് പകരം സൈൻ എക്സ് വന്നു. അപ്പോൾ ഇൻറ്റു എക്സിന് പകരം എന്താ വന്നു? സൈൻ എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ചെയ്യണം. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ പറ 2 സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മക്കൾ എന്താടാ? കോസ് എക്സ് അല്ലേ? അപ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് മക്കളെ എന്ത്? സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. പെർഫെക്റ്റ് ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ മക്കൾ ഓർത്തു വെക്കേണ്ട ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു കീ പോയിന്റ് ആണ് മക്കളെ എന്ത്? ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താണോ വരുന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടോ. ഇനി രണ്ടാമത്തെ പ്രോബ്ലമാണ്. നോക്കിയേ, 2x + 1 ഓൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണണം. 2x + 1 ഓൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്താ മക്കളെ ക്യൂബും സ്ക്വയറൊക്കെ വരണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? എന്നിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻറ്റ് നമുക്ക് ഇൻഡിവിജ്വലായി കിട്ടും. എന്നിട്ട് ഓരോ കമ്പോണൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെ ഇല്ലായിരുന്നോ?
അതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്തത്, +1 പഠിച്ചത്. പക്ഷെ അവിടെ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഓരോ കമ്പൗണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടത്. ഇപ്പം നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചത് കൊണ്ട് നമുക്ക് 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ കഴിയും. സാധാരണ എന്താ പറയുക, x³ അല്ല പറയുക, ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം ഇവിടെ എന്താ വന്നത്, 2x+1 വന്നു. ഇവിടെ ക്യൂബാണ് ഫംഗ്ഷൻ, ക്യൂബ് x³ ആണ് വേണ്ടിയിരുന്നത്. x³ പകരം എന്താ മക്കളെ, 2x+1 ആയി. അതായത് എക്സിന് പകരം 2x+1 വന്നു, ആ മാറ്റമല്ലേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനി ആ എല്ലാ സ്റ്റെപ്പും എല്ലാ പ്രോബ്ലത്തിലും പറയില്ല കേട്ടോ. ആദ്യത്തെ 4 പ്രോബ്ലത്തിൽ ഞാൻ സ്റ്റെപ്പ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കും, ബോട്ടം ടു എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അങ്ങോട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പായി ഇങ്ങനെ പോകട്ടോ, അങ്ങനെ പറഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഈ ഒരു 4-5 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. നമുക്കറിയാം എക്സ് എന്ത് മോഡലാണ്, അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ എന്ത് മോഡലാണ് ആലോചിക്കുക, x³ മോഡലാണ്. x³ ഡെറിവേറ്റീവ് മക്കൾ എന്താടാ, 3x² അല്ലേ, നമുക്കറിയാം 3x² ആണെന്ന്. പക്ഷേ ഇവിടെ എന്ത് വന്നു മക്കളെ, എക്സിന് പകരം 2x+1 ആയി. അപ്പോൾ നോക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. 2x+1 ഡെറിവേറ്റീവ് പറ, 2x+1 മക്കൾ പറ, 3 ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്, 2x+1 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു ആ എക്സിന് സ്ഥാനത്ത് 2x+1 അങ്ങനെ എഴുതി. നമ്മൾ x³ ആണ് വിചാരിച്ചു, x³ 3x² ആണ്. അപ്പോൾ 2x+1 3 ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്, അതേ ക്വാണ്ടിറ്റി ഈ എക്സിന് സ്ഥാനത്ത് എഴുതിയപ്പോൾ 3 ഇൻറ്റു 2x+1 ഇൻറ്റു പിന്നെന്താ, ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x³ മോഡൽ വീണ്ടും പറയാം കേട്ടോ, x³ മോഡലാണ് 3x². അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2x+1 കൊടുത്തു. പിന്നെ ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിന് പകരം മക്കളെ 2x+1 അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x+1. ഡൗട്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ എന്താ മക്കൾ പറ, 3 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു വേണ്ട കേട്ടോ, 2x+1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x എന്താ 2 അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് 1 0, പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ. അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ മക്കളെ പറ, 3 ഇൻറ്റു 2 6 ഇൻറ്റു 2x+1 സോ സിമ്പിൾ അല്ലേ, ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. f(x) അർബടമാക്കാം. f(x) 3x+2 all raised to 100. ഇതിന് നമുക്ക് എന്ത് കാണണം, f'(x) കാണണം കേട്ടോ. സാധാരണ x raised to 100 അല്ലേ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതെന്ത് മോഡലാണ് നോക്കുക, ഇത് x raised to 100 മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് x raised to 100 എന്ന് പറഞ്ഞാൽ 100 x raised to 99 ആണ്. അപ്പോൾ പ്രോബ്ലത്തെ അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. f'(x) നോക്കിയേ പറ, 100 ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്, ആ വന്ന ക്വാണ്ടിറ്റി കൊടുക്കുക കേട്ടോ. ആദ്യം 3x+2 വന്നത് all raised to 99 ഇൻറ്റു ഇനി എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. എക്സിന് പകരം എന്താ മക്കളെ, 3x+2 അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താടാ 3x+2. ഡൗട്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ നോക്കിയേ, f'(x) 100 ഇൻറ്റു 3x+2 all raised to 99 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x മക്കളെ 3, ഡെറിവേറ്റീവ് ഓഫ് 2 0. അപ്പോൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f'(x) 100 ഇൻറ്റു 3 എന്താ മക്കളെ, 300 3x+2 all raised to 99. ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ, എളുപ്പമല്ലേടാ. അപ്പോൾ ഏത് മോഡലാണ് നോക്കുക, അതേ മോഡൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം മക്കൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഡൗട്ടില്ലല്ലോ, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം മക്കളെ, സൈൻ ഓഫ് x² ഡെറിവേറ്റീവ് കാണണം. സൈൻ ഓഫ് x².
ഇതെന്ത് മോഡലാ? സൈൻ എക്സ് മോഡലല്ലേ? ഫംഗ്ഷൻ സൈൻ ആണ്. സൈൻ്റെ ഉള്ളിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ വന്നു, ആ മാറ്റില്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് മോഡലാണ്? സൈൻ എക്സ് മോഡലാ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ മക്കളെ? കോസ് എക്സ് അല്ലേ? അപ്പോൾ നോക്കിയ സൈൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മക്കളെ ഔട്ടർ ഫംഗ്ഷൻ സൈൻ ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈന് മക്കൾ പറഞ്ഞേ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. മക്കൾ എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഡൗട്ടില്ലല്ലോ? അപ്പോൾ എന്താ മക്കൾ പറ? കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? 2x അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഈ സപ്പോസ് നോക്കിയേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോക്കിയേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് ക്യൂബ് ആയിരുന്നുവെങ്കിൽ ഇവിടെ മക്കളെ ടാൻ എക്സ് മോഡൽ അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അപ്പോൾ നോക്കിയേ ഇവൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്താ? ഔട്ടർ ഫംഗ്ഷൻ ടാൻ ആണ്, പിന്നെ എക്സ് ക്യൂബ് ആവുന്നില്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ മക്കളെ സീക്ക് സ്ക്വയർ എക്സ് ക്യൂബ് അതേപോലെ ഇത്, എന്നിട്ട് ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്? എക്സ് ക്യൂബ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം എന്താ മക്കൾ പറ? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താടാ? 3x സ്ക്വയർ. എളുപ്പമല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ.